ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഒരു ഹാപ്പിനെസ് രണ്ടുപേർക്ക് നഷ്ടപ്പെട്ടാൽ, അതായത് സനക്ക് സന്തോഷം കൊടുക്കാൻ അല്ലെങ്കിൽ എന്നെ ഹാപ്പിയാക്കാൻ സനക്കോ പറ്റാത്തൊരു മൊമെന്റ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്ടം കുറയുന്നു എന്ന് തോന്നുമ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കണം, നമുക്കൊന്ന് മാറി നിൽക്കണം, വീണ്ടും ചിന്തിക്കണം, മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ തീരുമാനിക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമായിരുന്നു CP ഷിഹാബുദ്ദീനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹത്തെ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു ആൾ തന്നെയാണ്. ശാരീരിക വൈകല്യങ്ങളെ തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും എങ്ങനെ നേരിടാമെന്ന് നമുക്കും മലയാളികൾക്കും എന്നല്ല ലോകത്തുള്ള എല്ലാവർക്കും കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമാണ് CP ഷിഹാബുദ്ദീൻ്റെത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ കടന്നു വരട്ടെ, ഇനിയും ഉണ്ടാവട്ടെ എന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ചില ചാനലുകളിൽ വരുന്ന വാർത്തകൾ തീർച്ചയായിട്ടും ഷിഹാബ് ഡിവോഴ്സ് ആയി എന്ന രീതിയിലായിരുന്നു. നമ്മുടെ ചാനലിൽ നമ്മൾ പറഞ്ഞിരുന്നു നിയമപരമായി അദ്ദേഹം ഇപ്പോഴും വേർപിരിഞ്ഞിട്ടില്ല, അദ്ദേഹം ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുകയാണ് ചെയ്തത്. എന്നാൽ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഷിഹാബ് രണ്ടാമതും വന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന് കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് ആദ്യമായിട്ടൊന്ന് കേൾക്കാം. അതായത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ, കല്യാണത്തിന് തലേ ദിവസം പോലും വൈഫിനോട് പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു, നമ്മൾ രണ്ടുപേരുള്ള ജീവിതം നമ്മൾ മാത്രം തിരഞ്ഞെടുത്താണ്, ആരും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വരില്ല. മാത്രമല്ല അതിലൊരു വലിയ റിസ്ക് എലമെന്റ് ഉണ്ട് അല്ലേ. സാധാരണ ഒരാളെ കൂടെ ജീവിക്കാൻ വരുന്ന പോലെ ആയിരിക്കില്ല. ഞാൻ ഒരു സനയോട് കല്യാണത്തിന് തലേ ദിവസം പറയുന്നത്, ഒന്നുകൂടി ആലോചിച്ചിട്ട് നമുക്ക് കല്യാണം കഴിക്കാം. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മൾ രണ്ടുപേരും ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ മാത്രമല്ല സനയും ഹാപ്പി അല്ലെങ്കിൽ ഞാനും ഹാപ്പി അല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ടി വരും, നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് മാറേണ്ടി വരും. അപ്പോൾ അതിലേക്കൊന്നും എത്താണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല രീതിക്ക് തീരുമാനിച്ചൊരു കാര്യമാണ്. അപ്പം അവിടെ ഡിവോഴ്സ് ചെയ്യാന്നുള്ളൊരു ഇതിലേക്ക് എത്തിയിട്ടുമില്ല. ജസ്റ്റ് നിങ്ങൾ എന്താണ് ഇപ്പം ഒരുമിച്ച് ചെയ്യാത്തതെന്നുള്ളതാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെ, കറക്റ്റായിട്ട് കുറച്ചൊക്കെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മളിപ്പോൾ കുറേ കാലമായിട്ട് ഒരുമിച്ച് ഫ്രെയിമിൽ കാണാതിരിക്കുമ്പോൾ ഡിവോഴ്സ് ആയതായിരിക്കും. അപ്പോൾ ഷിഹാബുദ്ദീൻ പറയുകയാണ്, വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ തലേ ദിവസം പോലും സനയോട് ഞാൻ പറഞ്ഞിരുന്നു ഇത് നമ്മളുടെ മാത്രം തീരുമാനമാണ് എന്നും, ഈ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അനുഭവിക്കാൻ നമ്മൾ പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും, അതുകൊണ്ട് തീരുമാനം ഒന്നും കൂടി പുനഃപരിശോധിക്കണം എന്ന് വരെ നമ്മുടെ ഷിഹാബുദ്ദീൻ പറഞ്ഞിരുന്നു എന്നാണ് ഷിഹാബ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സന എന്ന് പറയുന്ന പെൺകുട്ടി. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചതും. എന്നാൽ ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് 100% സത്യമായ കാര്യമാണ്. അത് അദ്ദേഹം ഒളിച്ചു വെക്കുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട് അത് എൻ്റെ സബ്സ്ക്രൈബറിന് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്, കാരണം അവർക്കത് ചോദിക്കാനുള്ള അവകാശവുമുണ്ട് എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കൂടി തന്നെയാണ് ഞാൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളത് ആദ്യം തന്നെ കല്യാണത്തിൻ്റെ തലേ ദിവസം തന്നെ സന എന്ന് പറയുന്ന കുട്ടിയോട് ഷിഹാബ് വ്യക്തമാക്കിയതായിരുന്നു. അത്തരം ഒരു കാര്യത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. കാരണം ജീവിതത്തിൽ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും ചിന്തിക്കാനൊരു സമയം സനക്കും കൊടുക്കുക, അതുപോലെ തന്നെ ഷിഹാബും എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വേർപിരിഞ്ഞു എന്ന് അർത്ഥമില്ല. രണ്ടാളും വീട്ടിലാണ് താമസിക്കുന്നത് എങ്കിലും അവരുടെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം സന അന്വേഷിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഷിഹാബ് അങ്ങോട്ടും അന്വേഷിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ സമയത്തും നമുക്ക് ജീവിതത്തെ ഒരേപോലെ കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കുകയില്ല. ചില പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അദ്ദേഹം പറയുന്നുണ്ട് ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു റിസ്കി ലൈഫാണ് എന്നാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ വൈകല്യങ്ങളെ അദ്ദേഹത്തിൻ്റെ ആ കുറവുകളെ തീർച്ചയായിട്ടും 100% മനസ്സിലാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഷിഹാബ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും അത് എടുത്തു പറയാൻ വേണ്ടിയുള്ള കാരണം. അത് നമ്മളോടല്ല, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് തന്നെ അദ്ദേഹം അത് വ്യക്തമാക്കിയതായിരുന്നു. അത്തരം സാഹചര്യത്തിൽ എന്തെങ്കിലും ഹാപ്പിനെസ്സിന് എന്തെങ്കിലും ഒരു കുറവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മളൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യാൻ ഒരു സമയം ആ കുട്ടിക്ക് കൊടുക്കുക, അതുപോലെ തന്നെ ഷിഹാബും ആ സമയം എടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ കണ്ടുവെച്ച ഒരു പോംവഴി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ ആയിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കതുകൂടി കേൾക്കാം. തീർച്ചയായിട്ടും ഇതാണ് കറക്റ്റായിട്ടുള്ള മറുപടി. വിവാഹം കഴിക്കുന്ന സമയത്ത് ഞങ്ങളെടുത്ത തീരുമാനം ഉണ്ടായിരുന്നു. 2 വീടുകളിൽ നിന്ന് വരുന്ന 2 പേരാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് പരിമിതികളുള്ള മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അതിൻ്റെ പോരായ്മകൾ ഉണ്ടാകും. സന വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് 18 വയസ്സ് കഴിഞ്ഞ് 19 ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് പക്വത ഇല്ലാത്ത തീരുമാനമാവാൻ സാധ്യത ഉണ്ടെന്ന് അറിയുന്നത് കൊണ്ട് ഞാൻ സനനോട് ഒന്നുകൂടി ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞതും അവളുടെ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാണ് ജീവിക്കാൻ തീരുമാനിച്ചതും. അപ്പോഴും ഞാൻ അവരോട് പറയുന്നൊരു കാര്യമായിരുന്നു, ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഒരു ഹാപ്പിനെസ് രണ്ടുപേർക്ക് നഷ്ടപ്പെട്ടാൽ, അതായത് സനക്ക് സന്തോഷം കൊടുക്കാൻ അല്ലെങ്കിൽ എന്നെ ഹാപ്പിയാക്കാൻ സനക്കോ പറ്റാത്തൊരു മൊമെന്റ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്ടം കുറയുന്നു എന്ന് തോന്നുമ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കണം, നമുക്കൊന്ന് മാറി നിൽക്കണം, വീണ്ടും ചിന്തിക്കണം, മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ തീരുമാനിക്കണം. ഒരു കമ്മിറ്റ്മെന്റിന്റെ പേരിലോ കല്യാണം കഴിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും കൂടെ നിൽക്കരുത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചുള്ളത് കൊണ്ട് അത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒന്നും കൂടി നമുക്ക് റീതിങ്ക് ചെയ്യാവുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചതാണ്. സന നാട്ടിൽ
നാട്ടിൽ പഠിക്കുന്നുണ്ട്. മോള് എൻ്റെ കൂടെ ഇവിടെയാണ് പഠിക്കുന്നത് മോള്. അപ്പോൾ വെക്കേഷന് അവിടെ സനൻ്റെ അടുത്തായിരുന്നു. ഇനിയിപ്പോൾ മോള് പഠിക്കാൻ വീണ്ടും ഇങ്ങോട്ട് വരും. എല്ലാവരും ഹാപ്പിയാണ്. സന അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി 100% ക്ലാരിഫിക്കേഷനോട് കൂടി അദ്ദേഹത്തിൻ്റെ ചാനലിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട് ജീവിതത്തിൽ 100%, 99 അല്ല 100% സനയ്ക്ക് ഷിഹാബിനെ സന്തോഷിപ്പിക്കാനും അതുപോലെ തന്നെ ഷിഹാബിന് സനയ്ക്ക് സന്തോഷം കൊടുക്കാനും കഴിയാതെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ നിന്നൊന്ന് മാറി നിൽക്കണം എന്നുള്ളത് അദ്ദേഹം ആദ്യമേ എടുത്ത തീരുമാനമാണ്. ആ മാറി നിൽക്കലാണ് അദ്ദേഹം ഇപ്പോൾ ജീവിതത്തിൽ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് ഡിവോഴ്സ് എന്ന ഒരു വാക്കിൽ അർത്ഥപ്പെടുത്തി നമുക്ക് ചിട്ടപ്പെടുത്തി വെക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അദ്ദേഹം മനപ്പൊരുത്തം അല്ലെങ്കിൽ മനസ്സിൻ്റെ സ്നേഹം അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാര്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പൊരുത്തം നേടിയെടുക്കുന്നത് വരെ അവർ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിൽക്കുന്നതാണ് എന്തുകൊണ്ടും അനുയോജ്യം. തീർച്ചയായിട്ടും അവർക്ക് ഒന്നുകൂടി തിങ്ക് ചെയ്യാനുള്ള ഒരു സമയം സനക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്നേഹക്കുറവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്ത ഈ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് 100% ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാം, ഇന്ന് കേരളത്തിൻ്റെ ഒരു ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഏറ്റവും കൂടുതൽ പറയുകയാണ് ശരിക്കും മുസ്ലിം സമുദായത്തിൽ തന്നെയാണ് കൂടുതൽ ഡിവോഴ്സുകളും നടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് ഞൊടിയിടെ പെട്ടെന്ന് നമ്മൾ എടുത്തു ചാടി ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നു, സ്നേഹിക്കുന്നു, പ്രേമിക്കുന്നു, കല്യാണം കഴിക്കുന്നു, അതിനുശേഷം കുട്ടികളുണ്ടാകുന്നു. അതിനുശേഷമായിരിക്കും ഈ കുട്ടികൾക്ക് ചിലപ്പോൾ പക്വത വരും. അത് ഷിഹാബ് പറഞ്ഞ വളരെ 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 വില അറിയിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട് നിനക്കിപ്പോൾ 18 or 20 വയസ്സാവുന്ന സമയത്തൊന്നും പക്വത വരികയില്ല. അതിനുശേഷം തീർച്ചയായിട്ടും നിനക്ക് തിങ്ക് ചെയ്യേണ്ടി വരും. നീ 100% ഈ ഒരു ജീവിതത്തിലേക്ക് റിസ്കി ലൈഫിലേക്കാണ് നീ വരുന്നത്. അത് നീ തീരുമാനിച്ച ഒരു ലൈഫാണ്. ഒന്നുകൂടി ചിന്തിക്കണമെന്ന് അദ്ദേഹം കുട്ടിയോട് വരെ പറയുക എന്ന് പറയുമ്പോൾ അത്തരം ഒരു ആൾക്കാർക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു കുട്ടിയെ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ആക്കിയിട്ട് അങ്ങ് സ്വീകരിക്കുകയാണ് ചെയ്യുക. അദ്ദേഹം അതൊന്നുമല്ല ചെയ്തത്. 100% ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ കുട്ടി ജീവിതത്തിലേക്ക് വന്നത്. പിന്നെ ഫിസിക്കലായ രീതിയിൽ അദ്ദേഹത്തിന് കുട്ടിയെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ ഇപ്പോൾ കുട്ടി മാറി നിന്നത് എന്ന രീതിയിലുള്ള മോശം ചില കമൻറ്റുകൾ തീർച്ചയായിട്ടും പല വീഡിയോൻ്റെ താഴെയും വരുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സന എന്ന് പറയുന്ന ഈ പെൺകുട്ടി 1, 2, 3 വർഷമല്ല 7 വർഷമാണ് ഷിഹാബിൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചത് എന്നുള്ളതാണ്. അത്തരമൊരു കണ്ടീഷനാണ് ആ കുട്ടിക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി എന്നോ ഷിഹാബിനെ വിട്ട് പുറത്തേക്ക് പോകേണ്ടതായിരുന്നു. അതല്ല എന്നുള്ളതാണ്. പക്ഷേ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും 100% എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാകും. അത് പറഞ്ഞ് ചർച്ച ചെയ്ത് തീർച്ചയായിട്ടും അതിനെ 100% തിങ്ക് ചെയ്തതിന് ശേഷം ജീവിതത്തിൽ തുടരണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ അദ്ദേഹം സനക്ക് നൽകിയിരിക്കുന്നത്. കാരണം ജീവിതം സനയുടേതാണ്. അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് ശാരീരികമായ പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും പല പ്രശ്നങ്ങളുമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ജീവിതവുമായിട്ട് എൻ്റെ ജീവിതത്തെ താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റുകയില്ല എന്നുള്ളത് അദ്ദേഹം തുറന്നു പറയുകയാണ്. തീർച്ചയായിട്ടും വളരെ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ ഞാൻ 100% സപ്പോർട്ട് ചെയ്യുകയാണ്. ജീവിതത്തിൽ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ടൈം എടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. പെട്ടെന്ന് കല്യാണ മോചനം അല്ലെങ്കിൽ ഡിവേഴ്സ് അല്ലെങ്കിൽ തലാഖ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മുടെ ജീവിതമായിരിക്കും. നമ്മുടെ കുട്ടികൾ തീർച്ചയായിട്ടും ഒരു കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ നല്ലോണം തിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അവർക്ക് നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും സ്നേഹം അത് വല്ലാത്തൊരു നഷ്ടം തന്നെയാണ്. കാരണം അത് തിരിച്ചു കൊടുക്കാൻ രണ്ടാമതൊരു ഉമ്മ വന്നാലൊന്നും ആ കുട്ടികൾക്ക് ആ സ്നേഹം ഒരിക്കലും കിട്ടുകയില്ല. കടന്നു വരുന്ന ഉമ്മയ്ക്ക് ഒരു പോറ്റുമ്മ ആകാൻ വേണ്ടി മാത്രമേ സാധിക്കൂ. ആ പെറ്റ ഉമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് മക്കൾക്ക് കിട്ടുക തന്നെ വേണം. ആ കിട്ടി വളരുന്ന കുട്ടികളുടെ ഒരു രീതിയും അല്ലാതെ വളരുന്ന കുട്ടികളുടെ ഒരു രീതിയും രണ്ടും വേറെ വേറെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് സത്യം. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു ബ്രേക്കിലാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ തുറന്നു പറയുകയാണ്. ആ ബ്രേക്കിന് അവസാനം തീർച്ചയായിട്ടും നമ്മൾ സന എന്ന് പറയുന്ന പെൺകുട്ടി 100% തിരിച്ചു വരുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇനി എന്തെങ്കിലും പ്രയാസങ്ങളോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഷിഹാബിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ സനയുടെ ഭാഗത്ത് നിന്നോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമയമെടുത്ത് പറഞ്ഞ് തീർത്ത് പൊരുത്തപ്പെട്ട് നമ്മുടെ ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് സനക്ക് സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി ഷിഹാബിൻ്റെ ഭാഗത്താണ് ഉണ്ടായത് എങ്കിൽ തീർച്ചയായിട്ടും ഷിഹാബിനും അത്തരം തെറ്റുകൾ തിരുത്താനും അത് പറഞ്ഞ് സനയെ മനസ്സിലാക്കാനും വീണ്ടും അവരുടെ പഴയ ജീവിതത്തിലേക്ക് കടന്നു വരാനും വീണ്ടും അവരൊന്നിച്ചുള്ള ആ ഫാമിലി ബ്ലോഗുകൾ കാണാനും ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പടച്ചതമ്പുരാൻ നമ്മുടെ ഷിഹാബിനെയും സനയെയും എത്തിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അത്തരം ഒരു കാഴ്ച വന്നതിന് ശേഷം വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.